ഹായ്, ഐ ആം ഡോക്ടർ നികിത. PCODയുടെ എക്സാക്ട് കോസ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ എക്സാക്ട് കോസ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം തന്നെയാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള ടൈമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് വർക്കൊക്കെ ചെയ്യാൻ തന്നെ നമ്മൾ മെഷീനറീസിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരാം. അത് PCODനെ ട്രിഗർ ചെയ്യും. ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസമാണ് മറ്റൊരു കാരണം. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടൈമില്ലായ്മ മൂലം നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും എസ്പെഷ്യലി ജങ്ക് ഫുഡ്സ്. അപ്പോഴും PCODക്കുള്ള ചാൻസ് കൂടുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നൊരു കാരണമാണ് സ്ട്രെസ്സ്. ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളും വർക്കിംഗ് വുമൻസ് ആണ്. ഏതൊരു ജോലിയിൽ അകപ്പെട്ടാലും അതിന് ചെറിയ രീതിയിലൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും. ഈ ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹോർമോൺ സൈക്കിളിന് വ്യത്യാസം വരും. അപ്പോഴും PCOD വരും. ഉറക്കമില്ലായ്മ ഇന്ന് പലരിലും കൂടുതലാണ്. ആരോഗ്യപരമായ ശരീരത്തിന് ഉറക്കം വളരെ അത്യാവശ്യമാണ്. ഉറക്കം കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സൈക്കിൾസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ജനറ്റിക്കലി ബേസിസ് ആയിട്ടും നമുക്ക് PCOD വരാം.